വിളക്കിനൊഴിക്കാൻ മണ്ണെണ്ണ പെർമിറ്റിനായി ചെന്ന വീട്ടമ്മയ്ക്ക് വൈദ്യുതി എത്തിച്ചു നൽകി KCB. കണ്ണൂർ ഇരുവേരി സ്വദേശി ഷീലയ്ക്കും ഭർത്താവ് ശ്രീകുമാറിനുമാണ് ജീവനക്കാർ പിരിച്ചെടുത്ത തുക ഉപയോഗിച്ച് വൈദ്യുതി കണക്ഷൻ നൽകിയത്. കറണ്ട് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. എല്ലാം ഒരു സ്വപ്നം പോലെയാണ് ഷീലയ്ക്ക്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നേരം വീടും മനസ്സും നിറച്ച് വെളിച്ചമെത്തി. ലൈഫിൽ പണിതതാണ് വീട്. വയറിംഗ് പൂർത്തീകരിക്കാൻ പണമില്ലാത്തതിനാൽ വൈദ്യുതി കണക്ഷന് അപേക്ഷിച്ചില്ല. മണ്ണെണ്ണയ്ക്ക് വേണ്ടി പെർമിറ്റിന് അപേക്ഷിക്കാൻ പെർളശ്ശേരിയിലെ KCB ഓഫീസിലെത്തിയതാണ്. സാറേ, ഞാൻ ഇതൊരു അപേക്ഷ പുതിയ വീടാണ്, ഇരുവേരിക്കാവിൻ്റെ അടുക്ക കോളനിയിലാണ് എന്നൊക്കെ പറഞ്ഞു. അന്നേരം പറഞ്ഞ് പിന്നെ കറണ്ട് വേണോ, ഇത് മണ്ണെണ്ണ വേണം ചോദിച്ചു. ഞാൻ പറഞ്ഞു കറണ്ട് വേണം, പക്ഷെ തൽക്കാലം മണ്ണെണ്ണയും വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഞങ്ങൾ വന്നു നോക്കട്ടെ. അപ്പോൾ ആ കാറ്റും മഴേൻ്റെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ 3-4 ദിവസം വന്നില്ല. വന്നപാട് എന്നോട് പറഞ്ഞു, ചേച്ചി അറിയാമല്ലോ. ഞാൻ പറഞ്ഞു എനിക്കും അറിയാം, എവിടെയും കാറ്റും മഴ തന്നെ, അതുകൊണ്ട് എനിക്ക് വിഷമമില്ല. ഞാൻ പറഞ്ഞ് ഞങ്ങൾ നോക്കിയിട്ട് പിന്നെ സ്വിച്ച് ബോർഡ് ചെയ്തിനോ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അവർ വന്ന് കറണ്ടെല്ലാം നോക്കിയിട്ട് പോയി. ജീവനക്കാർ പിരിച്ചെടുത്ത തുക ഉപയോഗിച്ച് വയറിംഗ് പൂർത്തിയാക്കി. മീറ്റർ സ്ഥാപിച്ചു. ഇരുട്ട് നിറഞ്ഞ മുറികളിൽ വെളിച്ചമെത്തി. ഉടനെ നമ്മൾ ഇവിടെയുള്ള സജീവ് എന്ന പേരുള്ളൊരു വയർമാൻ കോൺട്രാക്ടർ കാണുകയും അയാൾ വയർ ചെയ്ത് തരാമെന്ന് പറയുകയും മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്റ്റാഫ് ആവശ്യം പറ്റുന്ന വേണ്ടി വർക്ക് നമ്മുടെ സ്റ്റാഫ് വർക്ക് കാര്യങ്ങൾ പോലുള്ള നമ്മുടെ സ്റ്റാഫുകളിൽ പോയിട്ട് നേരിട്ട് ചെയ്യുകയും ബാക്കിയുള്ളവരും കൂടി ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ഓരോ ആൾക്കാരും ഫിസിക്കലിയും മറ്റും ഓരോ ആൾക്കാരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓഫീസിൽ ഓരോ ആൾക്കാരും വർക്കിടാനും അന്നത്തെ ദിവസം തന്നെ നമ്മൾ പോസ്റ്റ് കൊണ്ടുപോയി ആൾക്കാർ തന്നെ ഇവിടുന്ന് കൊണ്ടുപോയി അന്ന് തന്നെ ഫിസിക്കലി നമ്മളെല്ലാ ആൾക്കാരും അന്നത്തെ ദിവസം കൊണ്ട് തന്നെ അധ്വാനിച്ച് അത് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഒരു റേഡിയോ വേണം, വീട് പണി പൂർത്തീകരിക്കണം. ഇവയാണ് ഷീലയുടെ മനസ്സിലെ ഇനിയുള്ള ആഗ്രഹങ്ങൾ. നന്മ ചോരാത്ത മനസ്സുകൾ ചേർത്ത് നിർത്തുമെന്ന പ്രതീക്ഷയും ഈ അമ്മയ്ക്കുണ്ട്. മാതൃഭൂമി ന്യൂസ് കണ്ണൂർ.